ഇന്ന് നബിദിനമായതുകൊണ്ട് പള്ളിയിൽ നിന്ന് നെയ്ച്ചോറും കായ്ച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുട്ടികളുടെ പ്രോഗ്രാമൊന്നുമില്ല. ഇന്ന് വെള്ളിയാഴ്ച ജുമാ ഉള്ളതുകൊണ്ട് നാളേക്കാണെന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ റാലിയെല്ലാം. എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും നാളെ തന്നെയായിരിക്കും പ്രോഗ്രാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇതുപോലെ കുട്ടികളുടെ റാലിയെല്ലാം കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ. ഞാനും എൻ്റെ ഇക്കയും ചെറുതായിരിക്കുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരുപാട് റാലിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഓണവും കൂടിയല്ലേ, അതുകൊണ്ട് നമ്മുടെ നൈബർ നമുക്ക് ഓണസദ്യ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് അടപ്രഥമൻ പായസമാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് മത്തൻ കറിയുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഉരുളക്കായും ശർക്കര തേങ്ങയെല്ലാം ഇട്ട് വെച്ച ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് കൂട്ടുകറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേനയും കുമ്പളങ്ങയും കടലപ്പരിപ്പ് എല്ലാം കൂടി ഇട്ടിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ എപ്പോഴും ഓണസദ്യ ഉണ്ടാക്കാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ 2 ദിവസം ഓണസദ്യ വെക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നബിദിനം ആയതുകൊണ്ട് നമ്മളിന്ന് ഒന്നും ഓണസദ്യ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നാളെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പള്ളിയിൽ നിന്ന് നെയ്ച്ചോറും കറിയെല്ലാം കൊണ്ടുവരും. അപ്പോൾ ഓണസദ്യ വെച്ച് എന്താണെങ്കിലും ബാലൻസ് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചില്ല. പിന്നെ എല്ലാ വർഷവും നമുക്കൊരു ദിവസം നമ്മുടെ നൈബർ കൊണ്ട് തരാറുമുണ്ട്. അപ്പോൾ ഇത്രയും കറികളാണ് ഉണ്ടായിരുന്നത്. എനിക്കിതിൻ്റെ പേരൊന്നും സത്യത്തിൽ പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സദ്യ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഓണസദ്യ ആണെങ്കിലും അല്ലെങ്കിലും സാധാ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയെന്ന് പറഞ്ഞാൽ ഒരു 7-8 വകയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഓണസദ്യ കഴിച്ചോ? കമൻറ്റ് ചെയ്യണേ.